കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സീരിയലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായിരുന്നു. ഒരാളെ നമ്മുടെ ചെയർമാൻ പറയുകയുണ്ടായ സീരിയൽ എൻഡോസൾഫാനിന്റെ അത്രയും തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത്. ഇതിനോട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ എങ്ങനെയാണ് ഇന്നിപ്പോ സംഘടന ഒഫീഷ്യലായിട്ട് അതിനെ പുറത്തു വിടുകയുണ്ടായിരുന്നു, ആത്മസംഘടന. അപ്പൊ എങ്ങനെയാ ഇതിനെ നോക്കി കാണുന്നത് ശരിക്കും? സംഘടനാപരമായിട്ട് ഞാനും ആത്മ എന്ന സംഘടനയിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരാളിൽ പല പേരിൽ ഒരാളാണ് ഞാനും. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തപരമായിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് ഞങ്ങള് എല്ലാവരും കൂടി ചേർന്ന് ഒരു തുറന്ന കത്ത് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട പ്രേംകുമാർ അവർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ മാധ്യമങ്ങൾക്കും അത് കൊടുത്തിട്ടുണ്ട്. ആ തുറന്ന കത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയ്ക്ക് ഞങ്ങളോടൊപ്പം വർക്ക് ഞങ്ങൾ എല്ലാവരും തൊഴിലാളികളാണ്, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളതെല്ലാം കൃത്യമായി അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു വാക്കുപോലും പറയാൻ പാടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉത്തരവാദിത്ത സ്ഥാനം വഹിക്കുന്ന അദ്ദേഹത്തിന് ഇത്രയും മോശമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാനേ പാടില്ല. ഒരു ടെലിവിഷൻ ആവട്ടെ, സിനിമയാവട്ടെ, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകളാകട്ടെ, ജനങ്ങളെ എല്ലാവരും സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും ടെലിവിഷൻ പരമ്പരകൾ കണ്ടിട്ട് കൊന്ന ചരിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. സിനിമകൾ ഫോളോ ചെയ്ത് ചെറുപ്പക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ലഹരികളുടെ ഉപയോഗത്തിന്റെ കൂടുതൽ കൊണ്ട്, അല്ലെങ്കിൽ പല സിനിമകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊലപാതകം നടത്തി കണ്ടിട്ടുണ്ട്, മോഷണങ്ങൾ നടത്തി കണ്ടിട്ടുണ്ട്. സീരിയൽ കണ്ട് ആരാണ് മോഷ്ടിച്ചതും കൊലപാതകം നടത്തിയതും ആക്രമണം നടത്തിയതും എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയില്ല. ഇനി അദ്ദേഹത്തിന് ഇങ്ങനൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ സീരിയലിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും ഇവിടെ നടക്കുന്ന എല്ലാ കലാരൂപങ്ങളെ കുറിച്ചും കൃത്യമായി ബോധവാനായ ഒരാളാണ് അദ്ദേഹം. കാരണം ഈ മേഖലകളിലെല്ലാം പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടെയാണ്. ഇത്രയും എൻഡോസൾഫാൻ എന്ന് പറയാനും മാത്രം മാരകമായ ഒരു കാര്യമായി ഇതിനെ അദ്ദേഹം വിമർശിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും അദ്ദേഹം തയ്യാറാവണമായിരുന്നു. ഇവിടെ എന്ത് നടക്കുന്നു? അപ്പൊ ഇനി അഥവാ അദ്ദേഹത്തിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ് സംഭവിച്ചതെങ്കിൽ അത് ഏത് സീരിയലുകൾ കാരണം സമൂഹത്തിൽ എൻഡോസൾഫാൻ പോലെ ഒരു വിഷം വിതച്ചു എന്ന് വ്യക്തമായി പറയാനുള്ള, അദ്ദേഹം വളരെ ന്യൂട്രൽ ആയിട്ട് സംസാരിച്ചു. ഒരു ചില, അല്ലെങ്കിൽ എല്ലാവരെയും വെറുപ്പിക്കാത്ത രീതിയിൽ, അങ്ങനെയല്ല. അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് വിദ്വേഷം തോന്നിയേക്കാം, ചിലർക്ക് ഇഷ്ടം തോന്നിയേക്കാം, അതൊന്നും കാര്യമില്ല. പക്ഷെ വ്യക്തമായ രീതിയിൽ അഭിപ്രായം പറയാനും കൂടി അദ്ദേഹം തയ്യാറാകണം. ഏത് സീരിയൽ ഇത്രയും എൻഡോസൾഫാനെ പോലെ ജനങ്ങളെ മോശമായ രീതിയിലേക്ക് വഴി നയിച്ചു എന്ന് അദ്ദേഹം ആദ്യം പറയണം. 2, ഇവിടെ നടക്കുന്ന പ്രധാന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പഠിക്കണം. 40ഓളം സീരിയലുകൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അതിൽ എത്രയോ കുടുംബങ്ങൾ ഇതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ കുടുംബങ്ങൾ ജീവിക്കുന്നത് കൊണ്ടോ വിഷം വിതയ്ക്കണം എന്നല്ല നമ്മൾ പറയണത്. വിഷം നമ്മൾ എവിടെയാണ് വിതച്ചത്? ഇത് വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് വളരെ കുറെ വീട്ടിലേക്ക് വിശ്രമത്തിലേക്ക് ഇരിക്കുന്ന വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് മേഖല മാത്രമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. ഈ ടെലിവിഷനിലെ സീരിയലുകൾ പ്രത്യേകിച്ചും അതിന്റെ പ്രേക്ഷകര് വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് എന്റർടൈൻ ചെയ്യുന്ന ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു, നിങ്ങൾ ചെറുപ്പക്കാർ സിനിമ OTT പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പൊ സിനിമ പൈസ കൊടുത്താണ് നിങ്ങൾ കാണുന്നത്, അല്ലെ? സിനിമ തിയേറ്ററിൽ പോയി നിങ്ങൾ പൈസ കൊടുത്താണ് കാണുന്നത്. ടെലിവിഷനിൽ ചെറിയ, അതായത് ആ ടെലിവിഷനെ പോലെ തന്നെ ആ അത്രയും ചെറിയ സ്ക്രീനിൽ ഉണ്ടാവുന്ന പ്രക്ഷേപണങ്ങളും അതിനനുസരിച്ച് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. അതിനെക്കുറിച്ച് പഠിക്കുകയോ ഇന്ന് വരെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇടപെടുകയോ അതിനൊരു പരിഹാരം കണ്ടെത്തുകയോ ചെയ്യാത്ത ബഹുമാനപ്പെട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഒരു വിഭാഗത്തിനെ എൻഡോസൾഫാൻ എന്ന് മുദ്രകുത്തി അങ്ങ് അവഗണിക്കുമ്പോൾ അദ്ദേഹം ഈ മേഖലയിൽ ഒട്ടും അഭിപ്രായം പറയാൻ പോലും യോഗ്യനല്ലെന്നേ ഞാൻ പറയുള്ളൂ വ്യക്തിപരമായിട്ട്. കാരണം ഇവിടെ ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇപ്പൊ ഒരു കഥ എങ്ങനെ പോകണം, സംഭാഷണം എങ്ങനെ ഉള്ളതാകണം, വസ്ത്രധാരണം എങ്ങനെ ഉള്ളതാവണം, എങ്ങനെ ഒരു കഥാപാത്രത്തിനെ ഒരു ആർട്ടിസ്റ്റ് അവതരിപ്പിക്കണം, അല്ലെങ്കിൽ അത് സംവിധായകനെ എങ്ങനെ അതിനെ ക്രമീകരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരിക്കലും പ്രൊഡ്യൂസറോ ഡയറക്ടറോ അഭിനേതാക്കളോ അല്ല, ഇത് ചാനലുകളാണ് തീരുമാനിക്കുന്നത്.
എന്തുകൊണ്ട് അദ്ദേഹം എങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടും സമൂഹത്തിനോട് ഇത്രയും സ്നേഹവും അല്ലെങ്കിൽ ഈ മേഖലയോട് ഇത്രയും അധിക്ഷേപവും പുള്ളിക്കുണ്ടെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ചാനലുമായിട്ട് ഒരു തുറന്ന കത്തെഴുതുകയോ അല്ലെങ്കിൽ ചാനലുമായിട്ട് ഒരു ചർച്ച വെക്കുകയോ സമൂഹത്തിനെ നമുക്ക് പിന്നെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എൻഡോസൾഫാൻ വിതയ്ക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എന്തുകൊണ്ട് ചാനലുകളെ വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തി അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തില്ല? അദ്ദേഹത്തിന് അതിന് പവറുണ്ട്.